ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നല്ല ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് കേട്ടോ, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും മുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു അരിപ്പൊടി നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ല, അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഴക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കാം. പിന്നെ ഇതൊന്ന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയൊരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കണേ. പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പൊടി വാട്ടിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉരുളൻകിഴങ്ങുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുഴച്ച് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി, നമ്മൾ പത്തിരിക്കൊക്കെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കില്ല, അതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് അളവിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഒരു റോള് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് ഈ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി കൊടുക്കുക, ഒരു ഓവൽ ഷേപ്പൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒരു ഓവൽ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ പ്രസ് ചെയ്താൽ മതി, ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മാവൊക്കെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ കനത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കിത് ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ദാ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനോട് കൂടെ നല്ലൊരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നമുക്ക് നോമ്പിനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഏതായാലും ചട്നി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഏത് ചട്നി വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളത് മറ്റുള്ളവരിലും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.